അങ്ങനെ കാത്തിരുന്ന് മിന്നൽ മുരളി റിലീസായി. ഇത്രയും നാൾ നമ്മൾ മിന്നൽ മുരളി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന പേരുകൾ ടൊവിനോ തോമസിൻ്റെയും ബേസിൽ ജോസഫിൻ്റെയും ആയിരുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഗുരു സോമസുന്ദരത്തിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ ആ സംസാരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു സൂപ്പർ ഹീറോ ആവാനുള്ളൊരു അവസരം ഞാൻ തരട്ടെ. സൂപ്പർ ഹീറോ ബേസിക്കലി എന്താ ചെയ്യുക? രക്ഷിക്കുക, സഹായിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ. പുതിയൊരു വർഷവും നമ്മളെ കാത്ത് തയ്യാറായിട്ടിരിക്കുകയാണ്. പുതിയ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പ്ലാനിലുണ്ടാവും. എന്തായാലും നിങ്ങൾക്കൊരു സൂപ്പർ ഹീറോ ആവാൻ ഒത്തിരി ആളുകൾക്ക് ഒരു വലിയ സഹായമായി മാറാനുള്ള ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ അറിയാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായും നിർബന്ധമായും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങളാൽ കഴിയുന്നത് എന്താണോ അത് ചെയ്യുക. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. നിർബന്ധമായും പ്ലീസ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യണം വീഡിയോ കഴിഞ്ഞതിന് ശേഷം. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മിന്നൽ മുരളി കണ്ടു തീർക്കുമ്പോൾ ഏറ്റവും വലിയ പോസിറ്റീവായി തോന്നിയ ഘടകം എത്രത്തോളം എൻഗേജിംഗ് ആയി ഇവർ ഈ സിനിമ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൂപ്പർ ഹീറോ മൂവിയിലും കണ്ടിട്ടില്ലാത്ത പുതിയ എന്തെങ്കിലും കാര്യം കാണിച്ചു എന്നെനിക്ക് തോന്നിയില്ല. നമ്മളിപ്പോൾ സ്പൈഡർമാനോ അല്ലെങ്കിൽ ഷസാമോ പോലെയുള്ള സിനിമകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൽ പല സിനിമകളിലായി പലപ്പോഴായി കണ്ടിട്ടുള്ള കുറേ സീനുകൾ, സൂപ്പർ ഹീറോ സിനിമകൾ കണ്ടിന്യൂസ് കാണുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്, ഇതുവരെ കാണാത്ത സീനുകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അതെങ്ങനെ എൻഗേജിംഗ് ആയി രസകരമായി, അതായത് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നില്ല എന്ന് മാത്രമല്ല, ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി കണ്ടു നോക്കാൻ തോന്നും. അങ്ങനെ ഗംഭീരമായി ഇവർ ഈ സിനിമ വളരെ എൻഗേജിംഗ് ആയി നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇമോഷണൽ കണക്റ്റാണ്. ഒരു സൂപ്പർ ഹീറോയിനെ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസ് ഹീറോയിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകന് ഫീൽ ചെയ്യണം, ഇവൻ ഇടിക്കണം, ഇവൻ ഇപ്പോൾ ഇടിച്ച് ഇവൻ എല്ലാവരെയും രക്ഷിക്കണം, ഇവനാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഇമോഷണലി അയാളുടെ ദുഃഖങ്ങളെയും അയാളുടെ പെയിനെയും പ്രേക്ഷകന് ഫീൽ ചെയ്യാൻ പറ്റണം. ആ കാര്യത്തിൽ ഈ സിനിമ വലിയൊരു അളവ് വരെ വിജയിച്ചിട്ടുണ്ട്. ഇതിൽ നായകൻ്റെ ആണെങ്കിലും വില്ലൻ ചായവുള്ള കഥാപാത്രത്തിൻ്റെ ആണെങ്കിലും മറ്റാളുകളുടെ ആണെങ്കിലും അവരുടെയൊക്കെ ആ വേദന എന്താണ്, അവരൊക്കെ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓഡിയൻസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ഓഡിയൻസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ സിനിമയിലുണ്ട്. മൂന്നാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് പെർഫോമൻസുകളാണ്. എല്ലാം ഗംഭീരം എന്ന് ഞാൻ പറയില്ല. കുറച്ച് ഓക്കെ പെർഫോമൻസുകളും കുറച്ച് മനോഹരമായിട്ടുള്ള നൈസായിട്ടുള്ള പെർഫോമൻസുകളും ഉണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് സിനിമ കണ്ടു കഴിയുമ്പോൾ ഗുരു സോമസുന്ദരത്തിനെ കുറിച്ചാണ്. ആ മനുഷ്യനുണ്ടല്ലോ പൊളിച്ചടുക്കിയിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിനെ വളരെ സ്ട്രോങ് ആയി തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അടുത്തൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സംഭവം എന്നൊന്നും പറയില്ല, പക്ഷേ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഗ്രാഫിക്സും അതുപോലെ സൂപ്പർ ഹീറോ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ചാട്ടം, ഓട്ടം, ഇതിൻ്റെയൊക്കെ കുറേ ടെക്നിക്കൽ സൈഡുണ്ട്. അത് വളരെ എഫക്റ്റീവായി നമ്മളിലേക്ക് എത്തണമെങ്കിൽ അതിനെയൊക്കെ അവർ ഗംഭീരമായി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പരമാവധി ഒരു വർക്ക് നടന്നിട്ടുണ്ട്. അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുമില്ല. ടെക്നിക്കൽ സൈഡെന്ന് ഞാൻ പറയുമ്പോൾ അതിൽ ക്യാമറയുണ്ട്, VFX ഉണ്ട്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഈ സിനിമ ഒരു കോമഡി മൂഡിലാണ് സിനിമയുടെ തുടക്കത്തിൽ ഒത്തിരി കാര്യങ്ങൾ പോകുന്നത്. ഒരാൾ ഇടിവെട്ടി മരിക്കാൻ കിടക്കുന്നത് ഒരിക്കലും ഒരു കോമഡി ആവില്ലല്ലോ. പക്ഷേ അതിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പ്രേക്ഷകനെ വളരെ കൂളായി കൊണ്ടുപോകത്തക്ക രീതിയിൽ മനോഹരമായി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് പാട്ടുകൾ, പ്രത്യേകിച്ച് ഉയരേൻ തുടങ്ങുന്ന ട്രാക്ക്, അത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ട്രാക്കായിരുന്നു. അടുത്തൊരു വലിയ പോസിറ്റീവ് സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ്. സിനിമ ഇപ്പോൾ എങ്ങനെയൊക്കെ മനോഹരമായി കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും ക്ലൈമാക്സിൽ എന്തെങ്കിലുമൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രേക്ഷകൻ്റെ ഉള്ളിൽ കിടക്കും, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യില്ല. പക്ഷേ ഇവിടെ ആ ക്ലൈമാക്സ് ഫൈറ്റ്, അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷേ ആ കാര്യങ്ങളെ അവർ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് വരാം. ഒന്നാമത്തെ നെഗറ്റീവ്, അത് സിനിമയുടെ നെഗറ്റീവായിട്ടൊന്നും ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് വളരെയധികം മിസ് ചെയ്തൊരു കാര്യമാണ്. അത് P. ബാലചന്ദ്രൻ സാറിൻ്റെ വോയിസാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മോഡുലേഷൻ ഉണ്ട്, അത് വളരെ രസമാണ്. അദ്ദേഹം തന്നെ ഡബ് ചെയ്തത് കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അതൊരിക്കലും സാധിക്കില്ല, അതൊരു വലിയ നഷ്ടം തന്നെയാണ് മലയാള സിനിമയെ സംബന്ധിച്ച്. ഹരീഷ് പേരടിയാണ് അദ്ദേഹത്തിന് ഡബ് ചെയ്തതെന്നാണ് ശബ്ദം കേട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ക്രെഡിറ്റ്സ് നോക്കിയിട്ടില്ല, ഐ എം വെരി സോറി. അത് ഒട്ടും മോശമായി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വോയിസ് കുറച്ചും കൂടി വേറെ ലെവലാക്കിയാണ് അതിനെ. രണ്ടാമത്തൊരു നെഗറ്റീവ്, അത് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല, എങ്കിലും ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. എനിക്കും ഇടയ്ക്കൊക്കെ അത് ഫീൽ ചെയ്തു. കുറച്ചൊന്ന് സ്ലോയിലാണ് സിനിമ പോകുന്നത്. പക്ഷേ ഇത് മിന്നൽ മുരളി എന്ന് പറയുന്ന ആ സൂപ്പർ ഹീറോയിൻ്റെ ഒരു ലോഞ്ചിങ് പാഡ് മാത്രമാണ് ഈ സിനിമ. അങ്ങനെ വരുമ്പോൾ അയാളുടെ ചുറ്റുപാടുകളും അയാൾ അങ്ങനെ ആവുന്നതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കൊരു സ്ലോ ഫീൽ ഉണ്ടായേക്കാം. പക്ഷേ അവസാനം വരെ ക്ഷമ കൈവിടാതിരിക്കണം. അടുത്തൊരു നെഗറ്റീവ്, അതാണ് ഈ സിനിമയിൽ എനിക്ക്
ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. അതായത് ഒരു സൂപ്പർ വില്ലനെ കാണിക്കുമ്പോൾ ഇതിലൊരു സ്പോയിലർ എലമെൻറ്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അറിഞ്ഞു എന്ന് വെച്ചിട്ടൊരു വൻ നഷ്ടമൊന്നും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നില്ല, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തുന്നത്. എങ്കിലും അങ്ങനെ ഒരു സ്പോയിലർ വേണ്ട എന്നാണ് തോന്നുന്നതെങ്കിൽ വീഡിയോ ഇവിടെ വെച്ചിട്ട് കാണുന്നത് അവസാനിപ്പിക്കാം. സിനിമ കണ്ടതിന് ശേഷം വന്ന് ഈ ഒരു ഭാഗം കേൾക്കാം. എനിക്ക് ഏറ്റവും വലിയ നെഗറ്റീവായി തോന്നിയൊരു കാര്യം വില്ലനെ മാനസിക ബുദ്ധിമുട്ടുകളുള്ള ഒരു കഥാപാത്രമായി അയാളുടെ അമ്മയ്ക്ക് ഭ്രാന്തുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ചു കൊണ്ടുവന്നതാണ്. അതിപ്പോൾ കാലാകാലങ്ങളായി ലോക സിനിമയിൽ എല്ലായിടത്തുമൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർക്ക് എന്തെങ്കിലും ഒരു ശക്തിയോ പവറോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ വൻ ക്രൂരന്മാരായിട്ട് മാറുന്നു. ഈ ലോകത്തോട് അവർ മുഴുവൻ അങ്ങ് പ്രതികാരം ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ അവതരിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ആളുകളെ അങ്ങനെ മുദ്ര കുത്താനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമകളിലൂടെയൊക്കെ ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മീഡിയയിലൂടെ സംസാരിക്കുമ്പോൾ അങ്ങനെ ആളുകളുടെ ഉള്ളിൽ പതിഞ്ഞേക്കാം, അതൊരു പൊതുബോധം സൃഷ്ടിച്ചേക്കാം. ഒന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കൂ. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത്, ഒന്നുമല്ലാതാക്കി തീർത്തിട്ടുള്ളത്, ഏറ്റവും കൂടിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ മൂലമായിരുന്നില്ലല്ലോ. നമ്മൾ ഈ പൊതുസമൂഹത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല, വളരെ ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന, പണത്തിന് ബുദ്ധിമുട്ടില്ലാത്ത, ആരോഗ്യത്തിന് ബുദ്ധിമുട്ടില്ലാത്ത, സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലെത്തിയതിന് ശേഷമല്ലേ പല സൂപ്പർ വില്ലന്മാരും സൂപ്പർ വില്ലത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയത്. അതിപ്പോൾ റിയൽ ലൈഫിലായാലും ശരിയാണ്. ആ ഒരു പെർട്ടിക്കുലർ കാലഘട്ടം കാണിക്കുമ്പോൾ ആ സമയത്തുള്ള ആളുകളുടെ ഒരു മനോനില അങ്ങനെയായിരുന്നു, അങ്ങനെയാണ് പലരെയും ട്രീറ്റ് ചെയ്തിരുന്നത്, സമൂഹമാണ് അവരെ അങ്ങനെ ആക്കി തീർത്തത്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ ടച്ച് ചെയ്യുമ്പോൾ പോലും ഏറ്റവും അവസാനം സമൂഹം പാവമാണ്, അവരെ വിട്ടേക്കൂ, നിങ്ങൾ ഡീസൻ്റ് ആവൂ എന്ന് പറഞ്ഞ് അതിലെനിക്കൊരു വല്ലാത്ത ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവരെയൊക്കെ ദ്രോഹിക്കും, അവരിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു എനിക്കറിയില്ല, എനിക്കത് കണ്ടപ്പോൾ വളരെ അസ്വസ്ഥത ഉളവായ ഒരു കാര്യമാണ്. കാരണം ആ കഥാപാത്രം അയാളുടെ പെയിൻ അതൊക്കെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ സംവിധായകൻ വളരെ കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ആവണമായിരുന്നു, അങ്ങനെയൊക്കെ വേണമായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരമൊരു പൊതുബോധ നിർമ്മിതിക്ക് കാരണമാവുന്ന അവസ്ഥയിൽ അതിനെ അവതരിപ്പിക്കണമായിരുന്നു. ഇന്നും ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മാനസികമായ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടെന്ന രീതിയിൽ അവരുടെ ശരീര ഭാഷയൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവരെ ആട്ടി ഓടിക്കുന്ന, ഒരുപക്ഷെ ഉപദ്രവിക്കാൻ പോലും മടിക്കാത്ത ജനങ്ങളുള്ള ഈ നാട്ടിൽ അങ്ങനൊരു കഥാപാത്ര സൃഷ്ടി ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് കുറച്ച് സങ്കടം ഫീൽ ചെയ്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഇങ്ങനൊരു അറ്റംപ്റ്റ് 100% നമ്മൾ സ്വീകരിക്കേണ്ടതാണ്, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മിന്നൽ മുരളിയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവട്ടെ, തേർഡ് പാർട്ട് ഉണ്ടാവട്ടെ, അതുപോലെ ഒത്തിരി കഥാപാത്രങ്ങൾ ഉണ്ടാവട്ടെ, ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാവട്ടെ. പക്ഷേ ഒരു നെഗറ്റീവ്, സഹിക്കാൻ പറ്റാത്തൊരു നെഗറ്റീവായിട്ട് തുടരുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ മിന്നൽ മുരളി കണ്ടയാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ആൻഡ് സിനിമ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു സോ മച്ച്.